ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടലും കിഴിക്കലും ഗുണിക്കലുമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ആകെ 8 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 8-ൽ 7 എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് അനുകൂലമാണ്. രാജ്യം ഭരിക്കുന്ന BJP തന്നെ രാജ്യ തലസ്ഥാനവും ഭരിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ വ്യക്തമായിരിക്കുന്നു. അതോടെ ദില്ലിയിൽ ഭരണമാറ്റത്തിന്റെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ചെറുതാണെങ്കിലും രാജ്യത്തെ മറ്റ് 27 സംസ്ഥാനങ്ങൾ കിട്ടുന്നതിനേക്കാളും ഒരു പേരും പെരുമയും പ്രസക്തിയുമൊക്കെ ദില്ലി സംസ്ഥാനം കിട്ടിയാൽ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെയും വളരെ വലുതായി തന്നെ കാണുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ശേഷം BJPക്ക് മുൻതൂക്കം പ്രവചിച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന സർവേകൾ ഇതൊക്കെയാണ്. വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങി. BJPക്ക് മുൻതൂക്കം നൽകുന്ന കണക്കുകൾ പീപ്പിൾസ് പൾസ് എന്ന ഏജൻസി BJPക്ക് 51 മുതൽ 60 വരെ സീറ്റുകളാണ് രേഖപ്പെടുത്തുന്നത്. ആകെ 70 സീറ്റുകളാണ് ഉള്ളത് എന്ന് ഓർക്കണം. കഴിഞ്ഞ തവണ ആം ആദ്മി നേടിയ അതേ മുൻതൂക്കം ഇത്തവണ രാജ്യ തലസ്ഥാനത്ത് BJP നേടാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തരുന്നത്. ഇതേ സർവേ പറയുന്നത് പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് 10 മുതൽ 19 വരെയും സീറ്റുകൾ മാത്രമാണ്. കോൺഗ്രസിന് 1 സീറ്റ് ലഭിക്കുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ദില്ലിയിൽ 57.7% പോളിംഗ് രേഖപ്പെടുത്തിയത് ഇന്നലെ വൈകുന്നേരം 5 മണി വരെ. അതുപോലെ തന്നെ മെട്രിക്സ് പോൾ, എക്സിറ്റ് പോൾ സർവേയും BJPക്ക് അനുകൂലമാണ്. BJP 35 മുതൽ 40 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി 32 മുതൽ 37 വരെ സീറ്റ് നേടുമെന്നും കോൺഗ്രസ് 1 സീറ്റ് നേടുമെന്നും പറയുന്നു. അതുപോലെ JVC എക്സിറ്റ് പോൾ പ്രകാരം BJP 39 മുതൽ 45 വരെയും AAP 22 മുതൽ 31 വരെയും കോൺഗ്രസ് 2ഉം മറ്റു പാർട്ടികൾ 1 സീറ്റും നേടുമെന്നും പ്രവചിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഏജൻസിയായ പീപ്പിൾസ് ഇൻസൈറ്റും BJPക്ക് വ്യക്തമായ അനുകൂല കണക്കുകളാണ് പുറത്തുവിടുന്നത്. BJP 44ഉം AAP 29ഉം കോൺഗ്രസ് 2 സീറ്റും നേടുമെന്നും പറയുന്നുണ്ട്. PMark എക്സിറ്റ് പോൾ പ്രകാരം BJP 39 മുതൽ 49 വരെയും AAP 21 മുതൽ 31 വരെയും നേടുമെന്നാണ് പറയുന്നത്. പോൾ ഡയറി സർവേയിൽ BJP 42 മുതൽ 50 വരെയും AAP 18 മുതൽ 25 വരെയും കോൺഗ്രസ് ഒരുപക്ഷെ 2 സീറ്റുകൾ നേടുമെന്നും പറയുന്നു. മറ്റു പാർട്ടികൾക്ക് അവർ 1 സീറ്റ് പറയുകയാണ്. അതുപോലെ ന്യൂസ് 24 ഹിന്ദി സർവേ പ്രകാരം AAP 32 മുതൽ 37 വരെയും BJP 35 മുതൽ 40 സീറ്റ് വരെയും കോൺഗ്രസ് ഒരുപക്ഷെ 1 സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഈ 7 സർവേകളും BJPക്ക് അനുകൂലമായി പറയുമ്പോൾ വി പ്രൈസ്ഡ് സർവേ 1 മാത്രം ദില്ലി ആം ആദ്മി തന്നെ നിലനിർത്തുമെന്നാണ് പറയുന്നത്. AAP 52 സീറ്റും BJP 23 സീറ്റും കോൺഗ്രസ് 1 സീറ്റും നേടുമെന്നാണ് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. AAPയും ഒട്ടും കുറവല്ല. അരവിന്ദ് കെജ്രിവാൾ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരും എന്നവർ പറഞ്ഞു നടക്കുന്നു. BJPയുടെ കള്ളക്കളികൾ സൂക്ഷിക്കണമെന്നും പ്രവർത്തകർക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട് AAP. എന്നാൽ ദില്ലിയിൽ ദുരന്തം മാറുന്നുവെന്നും BJP വരുന്നുവെന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര ചച്ദേവ പറഞ്ഞിരിക്കുന്നത്. പുറത്തു വന്ന 8-ൽ 7 എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് വ്യക്തമായ മുൻതൂക്കം പറഞ്ഞ സാഹചര്യത്തിൽ ദില്ലി BJP ഭരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നേടാമായിരുന്ന ഒരു സംസ്ഥാനം. കോൺഗ്രസിനോടുള്ള പടലപ്പിണക്കവും അതുപോലെ കോൺഗ്രസിന്റെ തൻപ്രമാണിത്വവും എല്ലാം കൊണ്ടും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ദില്ലിയെ. ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. ഇനി ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കാതെ ഇങ്ങനെ പരസ്പരം പോരാടാൻ ഇറങ്ങിയാൽ ദില്ലിയിലെ ഫലം തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഇനി ഉടനീളം വരാനിരിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ദില്ലി തെരഞ്ഞെടുപ്പ് ഫലം നൽകാൻ പോകുന്നത്.